അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ 4-5 മാസമായി അലക്കി മടക്കി അലമാരിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ടീഷർട്ടാണ്. ഞാൻ മാത്രമല്ല, ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ ആയിട്ട് ഏകദേശം 10-15 പേരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കൊയ്ത്തുകാലം തുടങ്ങി. ഇനി അങ്ങോട്ട് ലോഡിങ്ങിന്റെ ദിവസങ്ങളാണ്. അങ്ങ് കണ്ണത്താ ദൂരത്ത് കാണുന്ന അത്രയും പാടത്തുള്ള നെല്ല് മുഴുവൻ കൊയ്ത് കയറുന്നത് ഈ കാണുന്ന കരപ്രദേശത്തേക്കാണ്. ഈ കൂട്ടിയിട്ടിരിക്കുന്നത് ഓരോ കർഷകരുടെയും 3-4 മാസത്തെ അധ്വാനത്തിന്റെ ഫലമാണ്. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറിൽ ഹൈ ക്വാളിറ്റി റൈസ്. ഈ കാണുന്ന ഓരോ അരിമണിയിലും ഓരോരുത്തരുടെ പേരുണ്ടാവും. ഇതിന്റെ തൊണ്ട് കളയാതെ അതിനെപ്പറ്റി ഒന്നും തന്നെ പറയാൻ പറ്റില്ല. ഇത്തവണ ആ ജോലി റാണി റൈസുകാർക്കാണ്. നമ്മുടെ പണി ഇതാണ്: കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് ചാക്കിൽ കയറ്റി തുന്നി തയ്ച്ച് അത് നേരെ ത്രാസിലേക്ക് കയറ്റും. എന്നിട്ട് അവിടെ നിന്ന് അത് വലിച്ച് തലയെ കയറ്റി വെക്കും. കണ്ടില്ലേ, അടുത്തത് എന്റെ ഊഴമാണ്. ചാക്കിൽ വെച്ച് കൃത്യമായിട്ടുള്ള തൂക്കം മില്ലുകാരനും കർഷകനും നോട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജോലി കഴിഞ്ഞു. തലയെ കയറ്റിയ നെല്ല് അവിടെ നിന്ന് ചുമന്നുകൊണ്ട് നേരെ വള്ളത്തിൽ കൊണ്ടുവന്നിടും. കർഷകന് വീട്ടിൽ പോകാം. വിറ്റ നെല്ലിന്റെ പണം സർക്കാർ വഴി അക്കൗണ്ടിലേക്ക് വന്നോളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു വള്ളം ഫുൾ ലോഡാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞില്ല, ഇനിയാണ് യഥാർത്ഥ പണി. കൊണ്ടുവന്ന നെല്ല് മുഴുവനും ഞങ്ങൾ ഈ വണ്ടിയിലേക്ക് ലോഡാക്കി. വള്ളം നിറഞ്ഞാണ് പോകുന്നെങ്കിലും വണ്ടി നിറഞ്ഞില്ല. ഇനിയും പോകണം. ഒരു ദിവസം 3-4 വള്ളമെങ്കിലും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ലോഡാക്കും. ഈ ജോലി ഞങ്ങൾ നാട്ടുകാരുടെ മാത്രം അവകാശമാണ്. പുറത്തുനിന്ന് ആരെയും ഞങ്ങൾ എടുക്കുന്നതല്ല. ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, മറ്റൊരു പരിപാടിയില്ല. അടുത്ത വണ്ടി ഇവിടെ തന്നെ തയ്യാറായി കിടപ്പുണ്ട്. അവനുള്ള നെല്ല് നമ്മുടെ ബാക്കി ടീം അടുത്ത വള്ളത്തിൽ അവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. കരിവെയിലത്ത് നെല്ല് ചുമക്കുമ്പോൾ അതേ വണ്ടിക്കടിയിൽ സുഖം. കഴിഞ്ഞില്ല പരിപാടി. സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. രാത്രി 8:30 ആയുള്ളൂ. പതിവ് പോലെ തന്നെ ആ സന്തോഷ വാർത്ത നമ്മളെ തേടിയെത്തി. പാതിരാത്രി വള്ളം വിടണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. എന്നെ വിളിക്കണ്ട, ഞാൻ വരികയില്ല എന്നൊക്കെ പറയുമെങ്കിലും ഞങ്ങൾ എല്ലാവരും പോകും. കണ്ടില്ലേ, ഇത് തവളപിടുത്തല്ല. കല്ലും മുള്ളും താണ്ടി കൊടുങ്കാട്ടിലൂടെ ലക്ഷ്യസ്ഥാനം തിരക്കി മൊബൈൽ ടോർച്ചും തെളിച്ച് തപ്പി തടഞ്ഞു ചെല്ലും. എന്തിനാന്നല്ലേ? തിരക്ക് കൂട്ടണ്ട, പറയാം. സമയം കിടക്കല്ലേ. ലാസ്റ്റിൽ ഓടും കയറ്റി വന്ന വള്ളം ഉണ്ടല്ലോ, പോളക്കകത്ത് ഉറച്ചിരിക്കുകയാണ്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഞങ്ങൾക്ക് ഇതൊക്കെ നല്ല ശീലം. ആരും ചെയ്യാത്ത പണികളൊക്കെ ചെയ്യാൻ ഇതുപോലെ എല്ലാ നാട്ടിലും കുറച്ച് പേര് കാണും. ഈ നാട്ടിൽ അത് ഞങ്ങളാണ്. ഇനി ഇത് വലിച്ചിട്ട് ഈ ഒരു പാലം കടത്തി വിടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇത് ഇത്ര ചെറിയ ലോഡല്ല. ഇവനൊരു 1.5 ഐറ്റം തന്നെയാണ്. ഇപ്പൊ സമയം രാത്രി 9:30 കഴിഞ്ഞിട്ടുണ്ട്. ആരും പോയിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇനി വേണം ഈ ലോഡ് ഒന്നേന്ന് വണ്ടിയിലോട്ട് കയറ്റാനായിട്ട്. പക്ഷെ എല്ലാവരും ഉള്ളത് കൊണ്ട് ഞങ്ങളൊരു 1/2 മണിക്കൂർ കൊണ്ട് ഈ വണ്ടി ഞങ്ങൾ ലോഡാക്കും. ഞങ്ങളുടെ ഈ കഷ്ടപ്പാടിന്റെ പ്രതിഫലമായിട്ട് ഇനി എത്ര രൂപ തന്നെ കിട്ടിയാലും അതിലും വലിയ മറ്റൊന്നുണ്ട്. ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഓരോ അരിമണിയിലും ദൈവം പലരുടെയും പേരെഴുതി വെച്ചിട്ടുണ്ടാവും. എന്താല്ലേ, ഞങ്ങൾ വാക്ക് വലിച്ചു. സമയം രാത്രി 10 മണി. അപ്പൊ ലൈക്ക് അടിച്ചേക്ക്, സബ്സ്ക്രൈബും ചെയ്തേക്ക്.